യേശു കർത്താവിന്റെ ഏറ്റവും വലിയ ക്ഷണമായിരുന്നു കുരിശെടുത്ത് അനുഗമിക്കും. സന്യാസത്തിൽ പൂർണ്ണ വ്രതം സ്വീകരിക്കുന്ന ഒരു സന്യാസി തടിക്കുരിശ് എടുത്ത് തന്റെ തോളോട് ചേർത്ത് വെച്ച് ലോകത്തെ അറിയിക്കുന്ന വലിയ ഒരു ദൂതാണ്. ഇന്നു മുതൽ ഞാൻ കുരിശെടുത്ത് ജീവിക്കും. വ്രതാനുഷ്ഠാന സമയത്ത് അനുസരണത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും സേവനത്തിന്റെയും വ്രതമാണ് സ്വീകരിക്കുന്നത്. ഇതെല്ലാം കുരിശ് എടുക്കാനുള്ള ഒരു ധൈര്യമാണ്. ഒരാള് ബ്രഹ്മചര്യയായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഉപവാസമാണ്. കാരണം അദ്ദേഹം ലോകത്തിന്റെ എന്തോ ഒന്ന് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൂടെ ജീവിക്കാൻ തീരുമാനമെടുക്കുകയും താല്പര്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിന്റെ കൂടെ സദാസമയം ജീവിക്കുന്നതായ ആ ഒരു അനുഭവമാണ് ഉപവാസം. ചുരുക്കം പറഞ്ഞാൽ ബ്രഹ്മചര്യ ജീവിക്കുന്ന ഈ ഭൂമിയിലെ ഓരോരുത്തരും, ഓരോ ആണും പെണ്ണും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഉപവാസ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർ. അതുകൊണ്ട് ഉപവാസമോ നോയമ്പോ എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു കാലഘട്ടത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്ന ഒന്നല്ല. ജീവ അന്ത്യം നാം തിരഞ്ഞെടുക്കുന്നതായ ഒരു ജീവിത അനുഷ്ഠാനമാണ് ഉപവാസം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നതായ ഈ കുരിശിന്റെ അനുഭവം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഉപവാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ജീവിത അനുഭവമാണ്. ഈ ഒരു ഉപവാസ ജീവിതം ഈ കാലഘട്ടത്തിൽ നമ്മെ കർത്താവിന്റെ കൂടെ ഒന്നിപ്പിക്കുകയും ദൈവരാജ കെട്ടുപണിക്ക് വേണ്ടി നമ്മെ സജ്ജരാക്കുകയും ചെയ്തു. ഈ ക്രൂശിലേക്കുള്ള യാത്രയിൽ നമുക്കും ഒരുമിച്ച് സഞ്ചരിക്കും.